ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ ദിവസവും തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ എണിച്ച് ആദ്യം വന്ന് നോക്കണത് തന്നെ ഞാൻ ഈ തലേദിവസം അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ മാവിനൊരു അനക്കം വന്നിട്ടുണ്ടോ, അത് പൊങ്ങിയിട്ടുണ്ടോ എന്നാട്ടോ ഞാൻ നോക്കിയത്. ആദ്യം തന്നെ നമുക്കതിനൊരു ചലനമൊന്നും വന്നിട്ടില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര മനസ്സ് ചത്തു പോകും കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഒന്ന് ഇളക്കി നോക്കുമ്പോഴേ അറിയുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞത് നേരെ ഒരു കലം കുടിക്കാൻ വെള്ളം വെക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഒന്ന് കൊച്ചിന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ പോകാനാകുമ്പോഴത്തേക്കും വെള്ളം പെട്ടെന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ വെള്ളം കുടിക്കാനായിട്ട് തിളപ്പിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ ഈ ഒരു കുഞ്ഞിക്കലത്തിൽ വെള്ളം തിളപ്പിക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഉച്ചക്കത്തേക്കുള്ളത് വേറെ ഞാൻ ചെരുവത്തിൽ വേറെ തിളപ്പിക്കും കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ തന്നെ ചായയും തിളപ്പിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ചായപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ തന്നെ പാത്രം അങ്ങോട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതേ നമ്മുടെ മാവിലേക്ക് ഞാൻ രാവിലെ എണിച്ചിട്ടാണ് അരച്ച് തലേദിവസം വെച്ച് കഴിഞ്ഞാലും രാവിലെ എണിച്ചിട്ടാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ അതേ നല്ല സോപ്പ് അതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. കാരണം പതഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പൊങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദോശ ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഒന്നും ആ ഒരു ഇതുണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് പൊന്തി വന്നാലാണ് കേട്ടോ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം കൂടി അതുപോലെ തന്നെ അടച്ചവിടെ വെക്കും കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഉപ്പൊക്കെ ഇട്ടെങ്ങാണ്ട് ഞാനെന്നും അപ്പത്തിന് അരച്ചാലും ഇതുപോലെ തന്നെ ഇഡ്ഡലിക്ക് അരച്ചാലും ഒക്കെ രാവിലെയാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പതയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങോട്ട് പൊങ്ങി വന്ന ഒരു പതയൊക്കെ ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് കുറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഉപ്പ് ചേർത്തെങ്ങാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പഴയ രീതിയിലേക്ക് തന്നെ ആ മാവ് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കിയെങ്ങാണ്ട് അങ്ങനെ തന്നെ അങ്ങ് വെക്കുന്നത്. എന്നും ഞാൻ അങ്ങനെ തന്നെയായിട്ട് ചെയ്യാറ്. പിന്നെ പച്ചരിയും ഉഴുന്നും സാധാ റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പച്ചരി ഉഴുന്നും കുറച്ച് ചോറും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇഡ്ഡലിയും ഇതുമൊക്കെ ദോശ ഉണ്ടാക്കാനായിട്ട് മാവ് അരച്ച് വെക്കാറ്. എന്നും നന്നായിട്ട് തന്നെ പൊങ്ങാറുമുണ്ട്. ഇതുവരെ പൊങ്ങാത്തൊരു ദിവസം പോലും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അത് കുറച്ച് നേരം അവിടെ ഇരിക്കണ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാനുള്ളതും അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 2 ഐറ്റം ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ടുകൊണ്ട് തക്കാളിയും വറ്റൽമുളകൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് അങ്ങനെ ഒരു ചമ്മന്തിയും തക്കാളി ചട്നിയും ഉണ്ടാക്കാം. പിന്നെ നമ്മൾ സാധാ തേങ്ങാ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തു വെച്ചപ്പോഴത്തേക്കും കുടിക്കാൻ വെള്ളം ഞാൻ വെച്ചത് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടെങ്ങാണ്ട് തിളപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അതങ്ങോട്ട് ഇറക്കി വെച്ചു. പിന്നെ ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. ഇനി പച്ചമുളക് എടുത്തേക്കണ തേങ്ങാ ചട്നിയിലേക്കും വറ്റൽമുളക് എടുത്തേക്കണ തക്കാളി ചട്നിയിലേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് കഴുകി മുളകൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കണം. പിന്നെ ഉള്ളിയുടെയൊക്കെ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കണം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ അതേപോലെ തന്നെ 2 ചെറിയ ചുമന്നുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് തേങ്ങാ ചട്നി ഉണ്ടാക്കും. പിന്നെ തക്കാളിയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകൊക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് അതിട്ടിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കും കേട്ടോ. ഉള്ളിയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ചായ ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടോ. അപ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടണം. ഇനി ചായ കഴിഞ്ഞ് പിന്നെ കടി ഉണ്ടാക്കണം കേട്ടോ. ഇഡ്ഡലി അതേപോലെ തന്നെ ദോശ ഉണ്ടാക്കാം. 2 ഐറ്റം ചട്നി ഉണ്ടാക്കാം എന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ എല്ലാ വീട്ടിലും ഒരുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മൾ എത്രയൊക്കെ തലേദിവസം കുറച്ചൊക്കെ ചെയ്തു വെച്ചു, ഇനി രാവിലത്തെ പണികളൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ നമുക്ക് തോന്നിയാലും രാവിലെ എപ്പോഴും ആ തിരക്ക് എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. നമ്മൾ എത്ര ഓടിക്കഴിഞ്ഞാലും രാവിലത്തെ തിരക്ക് നമുക്ക് കുറയൂല കേട്ടോ. എന്നാൽ രാവിലെ മാത്രമേ കുറച്ച് തിരക്കുണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മണിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു സമയം ഉണ്ടാകും. പിന്നെ വീട്ടിലെ പണി ഉച്ചവരെ ഉണ്ടാകുകയുള്ളൂ. നമ്മൾ എത്രയൊക്കെ എടുത്താലും തലകുത്തി മറിഞ്ഞെടുത്താലും ഉച്ചവരെ നമുക്ക് വീട്ടിലെ പണി കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. പിന്നെ സ്കൂളിലൊക്കെ പോണ മക്കളുള്ളപ്പോഴാണ് നമുക്ക് രാവിലെ കുറച്ച് ഒരു തിരക്ക് കൂടുതലെന്ന് തോന്നണത്. പക്ഷേ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോണേ മദ്രസയിൽ പോണേയൊക്കെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ.
കാരണം സ്കൂളുള്ള ദിവസം രാവിലെ നേരത്തെ എണീച്ച് എല്ലാ കാര്യങ്ങളും ഒരു 9 മണിയാകുമ്പോഴത്തേക്കും അടുക്കളയിലൊക്കെ ഒരുവിധം എല്ലാ പണിയും തന്നെ തീർന്നിട്ടുണ്ടാകും കേട്ടോ. സ്കൂളില്ലാത്ത ദിവസമാകുമ്പോൾ ശനി ഞായറൊക്കെ വന്ന് കഴിയുമ്പോൾ 10 മണിക്കല്ലേ ഓത്ത് കുറച്ച് നേരം കഴിയട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നങ്ങാണ്ട് പിന്നെ ചായയും കടി ഉണ്ടാക്കലും ഒക്കെ കുറച്ചൊരു താമസമായിരിക്കും കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കലും ചായ കുടിക്കലൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ 9 മണിയാകും. പിന്നെ ഉച്ചക്കത്തതും അതുപോലെ തന്നെ കുറച്ച് താമസിക്കും. പിന്നെ വീട്ടിൽ ആളുള്ളപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പണികളൊന്നും എടുത്താൽ നീങ്ങൂല കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി എടുത്തു. അതിൻ്റെ തൊണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞ് അവിടേക്കൊന്ന് വൃത്തിയാക്കി ഉള്ളിയൊക്കെ കഴുകി വാരി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലി ഞാൻ ഉണ്ടാക്കുന്നത് ഗ്യാസിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു. ഒരു 3-4 ട്രിപ്പ് ഇഡ്ഡലി ഉണ്ടാക്കാൻ, ബാക്കി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന ഒരു സമയം കൊണ്ട് തന്നെ അടുപ്പിൽ ഇതേ ചാരമൊക്കെ കോരി ഇനി തീയൊന്ന് കത്തിക്കണം. അങ്ങനെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് കത്തി വരട്ടെ. കാരണം വിറകിലൊന്നും കത്തി പിടിച്ചിട്ടില്ല, ഒരു ചൂട്ട് മാത്രമേ കത്തിക്കൊണ്ടിരിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ വിറകൊന്ന് കത്തി പിടിച്ച് വരുമ്പോഴത്തേക്ക് ഇതേ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി വന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ തട്ടിലേക്ക് കുറച്ച് എണ്ണയാക്കിയിട്ട് തട്ട് ആദ്യം ചൂടാവാനായിട്ട് വെക്കും കേട്ടോ. അപ്പോൾ നേരത്തേക്ക് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇഡ്ഡലി തട്ടിൽ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് നേരെ ഡയറക്റ്റായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാറാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് വെന്ത് കഴിഞ്ഞങ്ങാണ്ട് കോരി മാറ്റുന്ന സമയത്ത് കുറച്ചൊക്കെ അടി പിടിക്കും. പിന്നെ അത് കോരിയ പെട്ടെന്ന് കിട്ടൂല, പൊട്ടിപ്പോകും. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ അതേ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല. ഇഡ്ഡലി നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തന്നെ തട്ടിൽ കുറച്ച് എണ്ണയാക്കിയിട്ട് തട്ട് മാത്രമായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. ആ തട്ടിന് ചെറിയ ചൂട് തട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലും വ്യത്യസ്തമായിട്ടുള്ളൊരു മാറ്റം നമുക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാൻ ഇഡ്ഡലി വേവാനായിട്ട് വെച്ചു. അപ്പോൾ അടുപ്പിലെ തീയൊക്കെ കത്തി സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്ക് ഞാനൊരു ചെറിയ ചീനച്ചട്ടി വെച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടെങ്ങാണ്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതേ നമ്മുടെ ചമ്മന്തിക്ക് വേണ്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഇത് ദോശ ചുട്ടെടുക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കണം. അപ്പോൾ അത് ചൂടായി വരുന്ന ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് തേങ്ങാ ചട്നി അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ഐറ്റം ചട്നി ഞാൻ അരച്ച് വെക്കാൻ പോവാണ് കേട്ടോ. പിന്നെ താളിച്ചാൽ മാത്രം മതിയില്ല, അപ്പോൾ അത്രയും പണികൾ പെട്ടെന്ന് തീരുമല്ലോ. ഇപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ആദ്യത്തെ ട്രിപ്പ് വേവണം അത്ര സമയം കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും പണികളൊക്കെ ചെയ്ത് വെക്കുന്നത്. ഒരു 10 മിനിറ്റ്. പിന്നെ വെച്ചാൽ കുഞ്ഞ് ഇഡ്ഡലി ആയിരിക്കും, ചെറിയ തട്ടായതുകൊണ്ട് തന്നെ ചെറിയ ഇഡ്ഡലി ആയിരിക്കും. അപ്പോൾ 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ അത് വെന്ത് കിട്ടാനായിട്ട്.
പിന്നെ ഇപ്പോൾ ക്യാമറയൊക്കെ പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് പണികൾ ചെയ്യുന്നതും ക്യാമറമാനും രണ്ടും ഞാൻ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ പിന്നെ 7 മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൊച്ചിനെ വിളിക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനൊക്കെ സമയം ഉണ്ടാകും. അപ്പോൾ അത്രയും നേരത്തെ ക്യാമറ പിടുത്തമൊക്കെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുമ്പ് ചെയ്യുന്ന അത്രയും പണികളും പെട്ടെന്ന് തന്നെ റെഡിയാക്കും. പിന്നെ അവന് സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് ഇന്ന് അവന് നൂഡിൽസ് മതിയെന്ന് പറഞ്ഞേക്കണത്. അപ്പോൾ അതും സെറ്റാക്കി വെക്കണം ഇതിൻ്റെ ഇടയിൽ തന്നെ. അങ്ങനെ രാവിലത്തെ തിരക്ക് അതൊരു ഭയങ്കര തിരക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇഡ്ഡലിയൊക്കെ വെക്കുന്ന സമയത്ത് വെന്ത് അധികമായി കഴിഞ്ഞാൽ അത് കല്ലിച്ച് പോകും കേട്ടോ. കറക്റ്റ് വേവിൽ തന്നെ നമ്മളത് എടുക്കുകയും വേണം കേട്ടോ. അങ്ങനെ തേങ്ങാ ചട്നി ഉണ്ടാക്കാനായിട്ട് തേങ്ങയും മുളകും ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് അത് അരച്ച് വെച്ചിട്ടോ. പിന്നെ കടുക് പൊട്ടിച്ചിങ്ങോട്ടൊന്ന് താളിച്ചെടുത്താൽ മതിയില്ല. പിന്നെ അതേപോലെ തന്നെ തക്കാളി ചട്നിക്കുള്ളതും അതും ഞാൻ അങ്ങോട്ട് അരച്ച് വയ്ക്കാൻ കേട്ടോ. പിന്നെ സമയമുള്ള പോലെ തന്നെ അത് താളിച്ചെടുത്താൽ മതി. പിന്നെ അവന് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടം തേങ്ങാ ചട്നിയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം കൂട്ടിയിട്ടാണ് അവൻ കഴിക്കുകയുള്ളൂ തക്കാളി ചട്നി. അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും കടുക് പൊട്ടിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്കും കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ട് അരക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് തോന്നുകയും ചെയ്യും. പിന്നെ കുറച്ചും കൂടെ രുചിയുണ്ട് കേട്ടോ. മറ്റേ ഒരു ചമ്മന്തി മാത്രമായിട്ട് വയ്ക്കാതെ. പിന്നെ ഈ ഒരു ചമ്മന്തിക്ക് ഒരു പ്രത്യേകത ഇഡ്ഡലിക്ക് മാത്രമല്ല ചോറിനാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഈ ചട്നി ചോറിൻ്റെ കൂടെ കഴിക്കാനും എനിക്കിഷ്ടമാണ് കേട്ടോ. അങ്ങനെ 2 ഐറ്റം ചമ്മന്തിയൊക്കെ ആയി. ആദ്യത്തെ ട്രിപ്പ് ഇഡ്ഡലിയൊക്കെ വെച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ദോശ ഒഴിച്ചു കൊടുക്കണം. ദോശക്കല്ല് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരുപാട് തീയൊന്നും കത്തിച്ചില്ല കേട്ടോ. കാരണം നമ്മുടെ ചമ്മന്തി അരയ്ക്കലും ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിക്കലും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും ദോശക്കല്ല് ചൂട് അധികമായി പോകുമെന്ന് വിചാരിച്ചതിന് ചെറിയ തീ മാത്രമേ വെച്ചുള്ളൂ. പക്ഷേ അത്രയ്ക്ക് ഓവറായിട്ടൊന്നുമില്ല കേട്ടോ. ചൂട് കുറച്ച് കുറവ് തന്നെയായിരുന്നു. എങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ആദ്യത്തെ ദോശ ഇവിടെ ചുറ്റിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് വേവണ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ ഒഴിച്ചേക്കണേ ആ ഒരു മാവുണ്ടല്ലോ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. കാരണം ചെറിയ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിത്തട്ട് ചെറുതായതുകൊണ്ട് തന്നെ കുഞ്ഞു ഇഡ്ഡലികളാണ് കേട്ടോ. അപ്പോൾ അതിന് പെട്ടെന്ന് വേവും. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 8-10 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡ്ഡലി സെറ്റാവും കേട്ടോ. കാരണം കുഞ്ഞു ഇഡ്ഡലിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. നന്നായിട്ട് പൊന്തിയിട്ടുമുണ്ട്. ശരിക്കും വെന്തിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനൊരു സംശയത്തിൻ്റെ പുറത്ത് കമ്പി വെച്ച് കുത്തി നോക്കി. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങനെ കമ്പിയിൽ മാവൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ആദ്യത്തെ ഒരു ട്രിപ്പ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടാറണം. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാം. ഇതിൽ 2 തട്ടും കൂടെ ഒരുമിച്ച് വെച്ചെങ്കിൽ എനിക്ക് വേവിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം ചെറിയ ഇഡ്ഡലി തട്ടായതുകൊണ്ട് തന്നെ നമ്മൾ അടിയത്തെ തട്ടിൽ മാവ് ഒഴിച്ച് വെച്ച് രണ്ടാമത്തെ തട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു അടിഭാഗം മറ്റേ തട്ടിൻ്റെ മുകൾ ഭാഗം മുട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരു തട്ട് വെച്ചിട്ട് അതിൽ ഉണ്ടാക്കിയിട്ട് അതെടുക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ തട്ട് വെച്ചെടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇത് 2 ട്രിപ്പ് ഇഡ്ഡലി വെന്തു കേട്ടോ. ഇനിയിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം വെച്ചേക്കണേ ഒരു തട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്ര സമയം കൊണ്ട് ഞാൻ അതിൽ കുറച്ച് എണ്ണയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരം ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഇതേ ദോശയൊക്കെ അടുപ്പത്തേക്ക് ഇട്ടു. ഈ ഒരു സമയപ്പോഴത്തേക്ക് നമ്മളെ കോഴിക്കൂടൊക്കെ ഒന്ന് തുറന്ന് വിടണം കേട്ടോ. കാരണം കോഴി പുറത്ത് കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങി. അപ്പോൾ അത് ഇറങ്ങുന്ന സമയത്ത് ഇതേ കാക്ക ഇവിടെ കിടന്നതാണ് വിശക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്നും കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കോഴീനെയൊക്കെ തുറന്നു വിട്ട് കോഴിക്ക് തിന്നാനൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് കൊച്ചുങ്ങളൊക്കെ എണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ പല്ല് തേക്കലും അങ്ങനെ പേസ്റ്റും ബ്രഷും ഒക്കെ അവർക്കൊക്കെ എടുത്തു കൊടുത്ത് അവരെ പല്ലൊക്കെ തേപ്പിച്ച്. മൂത്തവന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ഭയങ്കര തിരക്കാണ് കേട്ടോ. നമ്മൾ എത്ര തലേ ദിവസം പണികളൊക്കെ തീർക്കാൻ നോക്കിക്കഴിഞ്ഞാലും പിറ്റേ ദിവസം നമുക്ക് അത്രയും തിരക്ക് പിന്നെയും കാണും കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ദോശ ഒഴിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കോഴീനെ തുറന്നു വിടാനായിട്ട് വന്നത്. തിരിച്ച് കയറി ചെന്ന് കണ്ടിട്ട് നമ്മുടെ ചമ്മന്തി ഒന്ന് താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. 2 ചമ്മന്തിയും താളിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 2 ഇതിലേക്കും ഞാൻ കുറച്ചധികം തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. അങ്ങനെ അത് ആദ്യത്തെ ഒരു ചമ്മന്തി താളിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദോശയും നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ഉണ്ടാക്കലും ഇഡ്ഡലി ഉണ്ടാക്കലും ചമ്മന്തി താളിക്കലും എല്ലാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ മക്കൾ ചായ കുടിക്കാനായിട്ട് ധൃതി വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചായ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇഡ്ഡലിയും ദോശയൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ചട്ടി ഞാൻ ഒഴിവാക്കിയിട്ട് അപ്പോൾ അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് സ്നാക്സിൻ്റെ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൂഡിൽസും കൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു ചട്ടി ഒഴിവാക്കിയത്. അങ്ങനെ ഇത് നൂഡിൽസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവന് സ്നാക്സ് ബോക്സിൽ നൂഡിൽസാണ് കേട്ടോ ആക്കുന്നത്. അങ്ങനെ റിഷ്മോന് സ്കൂളിൽ പോയിട്ടോ. അപ്പോൾ അവൻ്റെ സ്കൂൾ ബസ് വന്നു കഴിഞ്ഞാൽ അവനെ കയറ്റി വിട്ടു. പിന്നെ അത് ഇക്കാക്കാനെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞിട്ട് കൊച്ചി ഇവിടെ കിടക്കുവാണ് കേട്ടോ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട്. പിന്നെ കുറച്ചധികം തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. രാവിലത്തെ പാത്രങ്ങളൊന്നും കഴുകിയില്ല കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് അടുപ്പും തറയൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ച് കഴുകിയിട്ടു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് ചോറ് തലേദിവസം വെച്ചത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു. പിന്നെ അതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ മുറ്റടിക്കാനും പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വേസ്റ്റ് ഉള്ളിയൊക്കെ പൊന്തോളിച്ചതിൻ്റെ അതൊക്കെയാണ് ഞാൻ ആ കറ്റാർവാഴയുടെ ഇതിലേക്ക് കൊണ്ടുപോയിട്ടു കേട്ടോ. റംബൂട്ടാൻ പറിക്കാനായിട്ട് ആ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് 2 കറ്റാർവാഴയുടെ ഇത് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം പിടിച്ചിട്ടിട്ടുണ്ട്. മറ്റേത് എനിക്ക് തോന്നുന്നത് പോകുമെന്നാണ് കേട്ടോ. അതിന് അത്രയ്ക്കൊരു ഉഷാറൊന്നുമില്ല കൊണ്ടുവന്നത്. പിന്നെ ഒരു മാറ്റമൊന്നുമില്ല കേട്ടോ. എന്തായാലും പിടിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കുറച്ച് മുളകൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ സമയമുള്ളപ്പോൾ എപ്പോഴെങ്കിലും പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ ഒരു വീഡിയോയിൽ പിടിച്ചതേ ഉള്ളൂ. ഒരു 5-6 പറിക്കാറായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഇനി മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കളയട്ടെ. മുറ്റടിച്ച് കളഞ്ഞ് തുണിയൊക്കെ അലക്കിയിട്ട് വേണം അകത്തേക്ക് കയറാൻ. പിന്നെ എന്നിട്ട് വേണം കേട്ടോ ചായയൊക്കെ കുടിക്കാനായിട്ട്. അങ്ങനെ മുറ്റത്തുള്ള പണികളൊക്കെ കഴിഞ്ഞത് കുറച്ച് മുളക് പറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറിച്ച് പെരക്കകത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ ചായ കുടിക്കാനായിട്ടുണ്ട് കേട്ടോ. ഒരു 9:30 ആയിട്ടുള്ളൂ കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് ഒരു 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ വിശപ്പൊക്കെ ആയി തുടങ്ങി കേട്ടോ. അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കിന്ന് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും ദോശയും അതേപോലെ തന്നെ കട്ടൻ ചായ ഉണ്ട്, തിളപ്പിച്ച് അറിയ വെള്ളമുണ്ട്, 2 ഐറ്റം ചമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. എനിക്ക് കൂടുതലും കഴിക്കാൻ ഇഷ്ടം ദോശേനേക്കാളും ഇഷ്ടം ഇഡ്ഡലിയാണ് കേട്ടോ. ദോശ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും ഇഡ്ഡലിയാണ് കുറച്ചും കൂടെ ഇഷ്ടം കൂടുതൽ.
അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. പിന്നെ രാവിലത്തെ ചായ ഉണ്ടാക്കിയതും കഴിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. പാത്രം കഴുകാൻ നമുക്ക് വെറും 5 മിനിറ്റ് മതിയില്ല, പറഞ്ഞ മതി. നമ്മൾ പാത്രം കഴിയും പെട്ടെന്ന് തന്നെ കേട്ടോ, എത്ര ഉണ്ടെങ്കിലും പെട്ടെന്ന് കഴിയും. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ട് വേണം അടിച്ചു വാരി ഒന്ന് തുടയ്ക്കാനായിട്ട്. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ, ഉച്ചയുടെ സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യൽ. അപ്പോൾ ആ സമയത്ത് കൊച്ചിനെ കിടത്തി ഉറക്കി കഴിയുവാണെങ്കിൽ അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. എങ്കിലും നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്തുള്ള സൗണ്ടുകളൊക്കെ കൂടുതലും കിട്ടാറുണ്ട്. എല്ലാം തന്നെ റെക്കോർഡ് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പെടും കേട്ടോ. പരമാവധി ഞാൻ ഇല്ലാതെ തന്നെ ശ്രമിക്കാറുണ്ട്, എങ്കിലും കുറച്ചൊക്കെ പെടും. അങ്ങനെ എനിക്ക് ഇന്നും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുളിക്കാനൊക്കെ ആയിട്ട്. അത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഉച്ചയ്ക്കാകും. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ട്, കുറച്ച് നേരമൊക്കെ കിടന്ന് വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യാൻ തോന്നുവാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യും, അതല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ കിടക്കും. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് തിരക്കുകൾ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ് കേട്ടോ. പിന്നെ എല്ലാ പണികളും സാവകാശം എടുത്താൽ മതി. എല്ലാം തന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. കാരണം നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയല്ല. അപ്പോൾ പിന്നെ എല്ലാവരുടെ കാര്യം ചിന്തിക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ.